ഏട്ടാ അപ്പൊ നമ്മളെങ്ങോട്ടാ പോകുന്നത്? കക്കാടംപൊയിൽ. സോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോകാട്ടോ. കക്കാടംപൊയിലേക്കാണ് ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത്. ഒരുപാട് ഡേയ്സിലെ ട്രിപ്പൊന്നുമല്ല, 2 ഡേയ്സിലെ ട്രിപ്പാണ്. അപ്പോൾ ഒരുപാട് കാലത്തെ ഒരു പ്ലാനിങ് ആണ്. വലിയ വലിയ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അവസാനം ഞങ്ങളൊരു 2 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പം അതും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഒരിക്കലും വിചാരിക്കേണ്ട ഇപ്പോൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഭയങ്കര അടിപൊളി, എല്ലാവരും ഭയങ്കര ഹാപ്പി ഫീൽ, എല്ലാവരും ഫേസും ഉണ്ട്. അയ്യോ അച്ഛനൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ അവസാനം ട്രിപ്പ് പോവാണ്. അവസാനമായിട്ട് എപ്പോഴാണ് പോയേ? അത് ഞങ്ങളൊക്കെ അത് അന്നാണ് ഞങ്ങൾ അവസാനമായിട്ട് എല്ലാവരുടെ ട്രിപ്പ് പോയത്. അതിന് ശേഷം പ്ലാൻ ചെയ്യുന്നതാണ്, ഒരിക്കലും നടന്നില്ല. അറ്റ്ലാസ്റ്റ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ട്രിപ്പ് നടക്കുന്നത്. ട്രിപ്പിലൊന്നുമില്ലല്ലോ, ഇതുവരെ അങ്ങനെ ഫാമിലിയുടെ കൂടെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. ഇവൾക്ക് തീരെ പറ്റില്ല. ഞങ്ങളൊക്കെ പിന്നെയും പോയിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ ചെറുതൊക്കെ ഞങ്ങൾ സോയൊക്കെ ഇവിടെ കൊണ്ട് ചെറുതേനി. സോയൊക്കെ അന്ന് ഇപ്പൊ സോയൊക്കെ പടർന്ന് പന്തലിച്ച് ചെറുതേനി. കുറെ ആൾക്കാരുണ്ട്, മുന്നിലുണ്ട്. അതെ, ബാക്കി ആൾക്കാരൊക്കെ വേറെ കാറിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് എല്ലാവരും ബൈ ബൈ. എടുത്തോ എങ്ങോട്ട്? ഞങ്ങളിപ്പോ മരഞ്ചാട്ടി അങ്ങാടിയിലെത്തും. ഞങ്ങളിപ്പോ ഈ കാറിലുള്ള ആൾക്കാരേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ വേറെ കാറിലാണ്. അവരെ ആരും കാണാനില്ല. ഞങ്ങള് മിസ്സായി പോയതാണ്, ഞങ്ങളാണ് മിസ്സായത്. അതെ, വഴി തെറ്റെങ്കിലും ഞങ്ങൾ അടിപൊളി വഴി കൂടിയാ പോകുന്നത്. നല്ല വ്യൂ ഒക്കെ ഉള്ള. അതെ, റിസോർട്ടിലെത്തിയിട്ടില്ല. അതിന് മുന്നേ വഴി തെറ്റാണ്, ഞങ്ങൾ വീണ്ടും വരും. ഗ്രൂപ്പിൽ എത്തിക്കണമെങ്കിൽ അറ്റില്ലാത്തോണ്ടാവും, പോവില്ല. അതാണ് ഞങ്ങളുടെ കൂട്ടാളികളെ കാണാനില്ല. ഒരു വണ്ടി നിർത്തിയിട്ട് റേഞ്ചും കിട്ടില്ല ഓരെ വിളിച്ചിട്ട്. ആകെ ഞങ്ങളിപ്പോ പ്രശ്നത്തിലാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ മരഞ്ചാട്ടിയിലെത്തി. മരഞ്ചാട്ടി പാപ്പനതൊക്കെ കാണാം. ഓ ജിമ്മന്മാരൊക്കെ ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് കൂടെ വഴി തെറ്റെങ്കിലും പെഞ്ച് ഫുൾ ചില്ലാണ്. തോട്ടല്ല, കൂട്ടോ. സംഭവം എന്താ വെച്ചാല് വേറെ 3 കാറുണ്ട്. ആ 3 കാറുകാരെ കാണാനില്ല, അവരെ ഒരുമിച്ചാണ്. ഞങ്ങള് വേറൊരു സ്ഥലത്ത് എത്തി. ഇല്ല, സിഗ്നൽ ഇല്ല, സംതിങ് വെന്റ് റോങ്. ഇവിടെ റേഞ്ചും ഇല്ല. കാണാണ്ട് പോയ ആൾക്കാരൊക്കെ കിട്ടിയിട്ടുണ്ട്. അച്ഛനെ വിളിക്കണേ. ഗൈസ്, അറ്റ്ലാസ്റ്റ് നമ്മളിതാ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ടുണ്ട്. ഗൈസ്, ഞങ്ങൾ അങ്ങനെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഹായ്.
അച്ഛമ്മേനെ കുറച്ചു നേരമായിട്ട് മിസ്സായിണ്ടേനി. അച്ഛമ്മ ഇതാ വരുന്നു. അച്ഛമ്മ എവിടേനി? അച്ഛമ്മ അച്ഛമ്മ എവിടേനി? ആ വേണ്ട വേണ്ട, ഒരു ഹായ് പറ. നമ്മളിപ്പോ എവിടെ എത്തിയേ? റിസോർട്ട്. ഏട്ടാ റിസോർട്ടിന്റെ പേരെന്തായിരുന്നു? ആ വീലാൻഡ് റിസോർട്ട്. അതെ. ഇനി മെല്ലെ ഇറങ്ങിക്കോ, നല്ലൊരു ഇറക്കാണ് ഇവിടെ ഉള്ളത്. വെള്ളം പിടിക്കണോ? വളയോ വെള്ളം? ഇത് സോന്റെ വീട്ടിലെ കുപ്പിയാണല്ലോ. ഓ ശ്രീജിഷേട്ടൻ എത്തി. അപ്പോട്ടന്റെ വണ്ടിയും വരുന്നുണ്ട്. പിഞ്ചു സ്നാക്കൊക്കെ എടുത്തിട്ടാ വന്നേ. നമ്മൾ ആടാൻ പോവാണ്. മടിയിലിരുന്നു അത് വീഡിയോ എടുത്തോ. നമ്മൾ റിസോർട്ടിലെത്തി. റിസോർട്ടിൽ ഫുഡ് കഴിക്കാൻ പോണ തിരക്കിലാണ്. ഞങ്ങൾ ഫുൾ പൊതിച്ചോറൊക്കെ ആയിട്ടാട്ടോ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. എല്ലാവരും വീട്ടിൽ നിന്ന് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഗൈസ് ഞങ്ങളിതാ പൊതിച്ചോറാണ്. ഓ വേറൊരു കാര്യം എന്താ വെച്ചാല് ഡിഫറെന്റ് പൊതിച്ചോറുകളായിട്ടുള്ളത്. ഇതിലെന്താ ബീട്രൂട്ടിന്റെ ഉപ്പേരി, ചമ്മന്തി, അച്ചാറ്, കോഴിമുട്ട. വല്യമ്മേന്റെ പൊതിച്ചോറ് പോയി നോക്കാം. വല്യമ്മേന്റെ പൊതിച്ചോറിൽ എന്താ ഉള്ളതെന്ന്. അരിച്ചി പൊതിച്ചോറ് തുറക്കാം. ആകാശേട്ടാ പൊതിച്ചോറ് തുറക്കി. ആകാശേട്ടന്റെ പൊതിച്ചോറില് മീൻ പൊരിച്ചതുണ്ട് ഗൈസ്. ഞാൻ അതിനാ വന്നത്. നമുക്കൊരു മീൻ പൊരിച്ചത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവ് സൂപ്പർ ടേസ്റ്റ്. എല്ലാരും തിരക്കിലാണ് കഴിക്കുന്നത്. അമ്മ ചോറിട്ടി. ഓ ഇതാ ഇവിടെ വേറൊരു പൊതിച്ചോറ്. ഹായ് ചാച്ചൂന് പൊതിച്ചോറോ? ഒറ്റയ്ക്ക് തിന്നോ? ഓ നല്ല കുട്ടിയാ. വെള്ളോ? ഓ ആ അതാ ഇച്ചു നല്ല കുട്ടിയാണല്ലോ. ഒറ്റയ്ക്ക് തിന്നൂലേ? റൂമിലിത് ഓൾറെഡി വല്യച്ഛൻ റെസ്റ്റ് എടുക്കുന്നുണ്ട്. കൊള്ളാം, നൈസ് റൂം. ഏതെല്ലാം പീക്കിരികളും ഉണ്ടല്ലോ. ആ ഇതാ നമ്മളെ റൂം. വാവ് നൈസ് റൂം. ആദ്യം തന്നെ ഞങ്ങൾ ബാത്റൂമിലേക്കാണ് പോയി നോക്കുന്നത്. ആ കുഴപ്പമൊന്നുമില്ല, വൃത്തിയുണ്ട്. ഫോട്ടോ എടുക്കാൻ വന്നപ്പോ കണ്ട ഒരാള് ഞാൻ പിടിക്കാം. ഞങ്ങൾ ഡോർമെറ്ററി കാണാൻ പോവാണ്. ഞാൻ അയ്യോ ഞാനിപ്പോ താഴെ വീഴേ. എല്ലാം ഉണ്ട് മോളെ. അല്ല ഇത്രേ കയറുള്ളൂ, അപ്പുറത്തേ കയറില്ല. സോ തല മുട്ടണ്ടേ? മുട്ടി. ലച്ചുവിന്റെ തല മുട്ടണ്ടേ? ചാച്ചുന്റെ അടുത്ത് ഇരുന്നാലോ മുകളിലേക്ക്? തിരിച്ചിറങ്ങാൻ എനിക്കറിയില്ല. കാലും കൊണ്ട് വെച്ചോ? തിരിച്ചറിയാറില്ല. ആടിയത് കാലാണ്.
കണ്ടില്ല. യോ ഗൈസ് എല്ലാരും ഫുൾ വെള്ളത്തിന്റെ തിരക്കിലാണ്. പിഞ്ചെന്താ കേറിയേ? ചാടേ പിഞ്ചർ, ഞാൻ ഒന്നിടാൻ പോവാണ്. 1 2 3 സ്റ്റാർട്ട്. ഗൈസ് കൊറേ നേരം വെള്ളത്തിൽ നിന്ന് എന്റെ കാലൊക്കെ കോടി. ആരീച്ചി നീന്തേ. ചേച്ചി ബോൾ കളിക്കാണ് ഇവിടുന്ന്. നീന്തൽ പഠിച്ചേ. സോ എന്തേ ഇറക്കുണ്ട്. അത് ഇങ്ങനെ ഇവിടെ നിന്നിട്ട വെള്ളത്തിലേക്ക് ഞാൻ ഫുൾ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ് എല്ലാവരും. ചാച്ചു 3 തവണ എങ്ങനെ വീണുണ്ടായിരുന്നു. ഞങ്ങൾ ആരും ശ്രദ്ധിച്ചില്ലായിരുന്നേ വീണത്. മൂന്നാംഗളമാരുടെ പെൺതരി, മൂന്നാംഗളമാരുടെ ഒപ്പം നിൽക്കുന്ന പെൺതരിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബീന, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. നമ്മൾ കുറേ കാലമായി ഇങ്ങനെ ഒരു ഒത്തുകൂടൽ പ്ലാൻ ചെയ്ത് ഇങ്ങനെ പോകും. ഒന്നും നേരെ കിട്ടില്ല. ശരി, ഗൈസ് നമ്മളിപ്പോൾ പോകുന്നത് വൈൻ. പാപ്പൻ വൈൻ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു നോൺ ആൽക്കഹോളിക് പേഴ്സൺ ആയതുകൊണ്ട് ഞാൻ വൈനൊന്നും കഴിക്കാനില്ല. അയ്യോ നക്കി കുടിക്കും വേണമെങ്കിൽ. ചാച്ചു ലച്ചും ചോറൊന്നും ഉണ്ടക്കാം ഇല്ല. അത് മതി, ഇത് മതി, ഇത് മതി. കുട്ടിയടാ എന്തൊക്കെയാ കഴിക്കണേ? ചിക്കൻ പൊരിച്ച്, ആ ചിക്കൻ കറി, ആ ചോറ്, ചോറ്. പപ്പടം എടുത്തില്ലേട്ടെ? പപ്പടം തീർന്നു, തീർന്നു. സോ അല്ല കൂടി വെച്ചില്ലേ. എങ്ങനെയുണ്ട് ഈ തണുപ്പത്തിരുന്നൊക്കെ? സാറ് പോയിരുന്നു. പാടല്ലേ പാടല്ലേ അറിയുന്ന ആള് പപ്പയുടെ എന്താ അത് അങ്ങനൊന്നും ഇല്ല കേട്ടോ. എന്താ സമയം വരണം. നാളെ രാവിലെ അപ്പച്ചനോടോ അമ്മച്ചിയോടോ പാപ്പിക്ക് സ്നേഹം. അപ്പച്ചനോട് അപ്പച്ചനോട് അപ്പച്ചനോട്
ഏതാണ് മധുരയ്ക്കും ഓർമ്മകളെ അല്ല ഏതാ അക്ഷരം ഏതാ ഞാൻ പാടാ മഞ്ചാടി മണി കൊണ്ട് മാണിക്യക്കൂടം നിറഞ്ഞു തില്ലാന പാടുന്ന വരമലർ കിളിയായി മനസ്സ് മനസ്സ് സാഗരങ്ങളെ പാടി ഉണർത്തിയ ശ്യാമഗീതമേ സംഗീതമേ. ഞാനങ്ങോട്ട് പോണേ ഒരാൾ പാടിയാ മതിയാ മുഖം പോൽ അങ്ങനെ ഞങ്ങള് ഉറങ്ങാൻ പോവുകയാണ്. ഓ വിറക്കണ്. അല്ല ഉറങ്ങില്ല, ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. We are on the way to our room. സൂക്ഷിച്ചൊക്കെ നടക്കണേ. വേറൊരു റൂമുണ്ട്, അവിടെ വേറെ മുതിർന്ന ആൾക്കാരൊക്കെ കിടന്നു. അപ്പം ഞങ്ങൾ കിഡ്സ് എല്ലാവരും ഇതൊക്കെയാണ് കിഡ്സ്. ഏട്ടാ കിഡ്സിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. നമ്മളൊക്കെ മുകളിലാണ് കിടക്കാൻ പോകുന്നത്. ഗൈസ് ഞങ്ങൾ കിടക്കാൻ പോവാണ്. അപ്പോൾ അമ്മ ഫോണ് ചോദിക്കുന്നുണ്ട്, ഞാൻ ഫോൺ എടുക്കാൻ പോകും. ഗൈസ് ബൈ. പിറ്റേന്ന് മോർണിംഗ് എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ വോയിസ് ഇല്ലായിരുന്നു, എൻ്റെ തൊണ്ടയെല്ലാം സീനായി നിൽക്കായിരുന്നു. നല്ല ചൂടായിരുന്നു കേട്ടോ. പിറ്റേന്ന് രാവിലെയൊക്കെ തണുപ്പൊന്നുമില്ലായിരുന്നു. നല്ല ചൂടായിട്ടുണ്ട് ഇപ്പം. രാവിലെ അല്ല ഇന്നലെ ഇവിടേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല മീൻസ് ഞാൻ ഇറങ്ങിയില്ല. അപ്പം ഇപ്പം നമുക്ക് ഇറങ്ങി നോക്കാം. ഇവിടെ വലുതായിട്ടൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ഇറങ്ങാൻ എന്തൊക്കെയോ ഉണ്ട്. താഴെ എന്തോ കൃഷിയുണ്ട്, അതെന്താ അറിയില്ല, പോയി നോക്കാം. ചിലപ്പോൾ ഞാൻ താഴെ ഉണ്ടാവും. എന്താ അതാ ഞാൻ എവിടെ പോയാലും വരുന്ന സാധനം വരുന്നുണ്ട്. ഹായ് എന്താ നമുക്ക് റൂമിൽ പോയി ഫോണെ കുറച്ച് നേരം ചാർജ് ചെയ്യാം. ഇന്നലെ ഞാൻ കുറേ നേരം ചാർജിലിട്ടിട്ടാണ് പോയത്, പക്ഷെ എന്താ ആ പ്ലഗിൽ നിന്ന് ചാർജ് കയറില്ലേ. ഇനി കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ സത്യം മനസ്സിലാക്കിയത്. നമ്മുടെ അന്നത്തെ ഫുഡാണ്. അല്ല ഗായ്സ് എന്താ കറിയാ? ഗ്രീൻ പീസ് കറി, മുട്ടക്കറി, നല്ല ചൂട് ചായ. അങ്ങനെ ഒരു ഉച്ചല്ല, ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ വരുന്ന വഴിക്ക് കുന്നമംഗലാന്ന് തോന്നുന്നു, എനിക്ക് സ്ഥലം ഓർമ്മയില്ല. അവിടെ നിന്ന് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരുടെ വീട്ടിലേക്കും ടാറ്റ ബൈ ബൈ ആയി. ആ ഒരു സമയം എന്തോ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം അതല്ലേലും അങ്ങനെ കസിൻസ് എല്ലാവരും കൂടെ കൂടിയിട്ട് തിരിച്ചു പോകുമ്പോൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ കരച്ചിലായിരുന്നു. ഇപ്പം പിന്നെ വലുതായതുകൊണ്ട് കരയൂല, പക്ഷെ സങ്കടം ഉണ്ടാവും ഉള്ളിൽ. ഇനി എന്നാ ഇങ്ങനെ കാണും എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഇതേപോലെ കാണും. പക്ഷേ ട്രിപ്പൊക്കെ ഇനി എന്നാ ഉണ്ടാവുക. വേറെ കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ തിരിച്ച് പോരുമ്പോൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് എങ്ങോട്ടാണ് എന്നാന്നൊക്കെ. പക്ഷേ ഇനി അതുവരെ വെയിറ്റ് ചെയ്യണ്ടേ. പക്ഷേ വേറൊരു സംഭവം എന്താ വെച്ചാൽ ഈ വെയിറ്റ് ഈ കാത്തിരിപ്പാട്ടോ കുറച്ചുകൂടി രസമാക്കുക. ലൈക്ക് ഈ ട്രിപ്പ് ഉണ്ട്, ഇനി നമുക്ക് അന്ന് പോവാം, മീൻസ് അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഒരു അടിപൊളി കേട്ടോ. ആ ഒരു ഫീല് ട്രിപ്പിനെക്കാട്ടും രസം ശരിക്കും കാത്തിരിപ്പാണ്, ട്രിപ്പിൻ്റെ തലേന്ന് വരെ. ട്രിപ്പായാൽ പിന്നെ അത് തീർന്നു പോയില്ലേ, അപ്പോൾ എന്തോ ഒരു പോലെ. എന്തായാലും അടിപൊളിയായിരുന്നു ഈ 2 ഡേയ്സ്. ഫാമിലി എല്ലാവരോടും ഒരുമിച്ച് പോകുമ്പോൾ ഒരു പ്രത്യേക രസം. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു.